പ്രവാസികളെ അത്ഭുതമുള്ളൂ. ഇതും ഒന്നാം പുറത്തിൽ തന്നെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് കേരള കൗമുദിയിൽ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഗൾഫ് വിശേഷങ്ങൾ വേഗത്തിൽ പരിശോധിക്കാം. മലയാള മനോരമ മാധ്യമം എല്ലാ പത്രങ്ങളും പൈതൃക ദിനാഘോഷം, ഷാർജയിലെ പൈതൃക ദിനാഘോഷം വാർത്തയെ നൽകിയിരിക്കുന്നു. ഒപ്പം മനോരമ നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത, ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇന്ത്യ 1ാം സ്ഥാനത്ത് എന്നതാണ്. കഴിഞ്ഞ വർഷം ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തിയത് 8000-ലേറെ ഇന്ത്യൻ നിക്ഷേപകർ. നിക്ഷേപം 1800 കോടി ദിർഹം. ഇന്ത്യൻ കമ്പനികളുടെ എണ്ണം കൂടുന്നു എന്നും ബോക്സ് വാർത്തയെ നൽകിയിരിക്കുന്നു. ഒപ്പം വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നിയന്ത്രണങ്ങൾ ആലോചനയിലില്ല എന്ന് UAE വ്യക്തമാക്കിയിരിക്കുന്നു. അത്തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ UAE ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിൽ നിന്നും തടയുന്നതിനോ ഉള്ള നിയമങ്ങളോ നിയന്ത്രണങ്ങളോ പരിഗണനയില്ല എന്നാണ് UAE വ്യക്തമാക്കിയിരിക്കുന്നത്. ദുബായിൽ പ്രതിദിനം വിതരണം ചെയ്യുന്നത് 20,000 ടൂറിസ്റ്റ് വിസ എന്ന വാർത്ത മലയാള മനോരമ ഗൾഫ് പേജിൽ നൽകിയിരിക്കുന്നു. ലോകത്താദ്യമായി സ്മാർട്ട് ഫോൺ വിസ നൽകുന്നതും ദുബായിൽ. ഒപ്പം ദുബായ് കൂടുതൽ സ്മാർട്ടായിക്കൊണ്ടിരിക്കുന്നു. ട്രേഡ് ലൈസൻസ് പുതുക്കുവാനും മൊബൈൽ ആപ്ലിക്കേഷൻ വരികയാണ്. അപ്പോൾ കൂടുതൽ നവീനമായ മാർഗങ്ങൾ ബിസിനസ് രംഗത്തേക്കും ഗവൺമെന്റ് തലങ്ങളിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ദുബായ് തന്നെ ആയിരിക്കണം. എമിറേറ്റ്സ് വിമാനത്തിൽ യാത്രക്കാരൻ രക്തം വാർന്ന നിലയിൽ, ഇത് മറ്റു പത്രങ്ങൾ വരുന്നു, ഇന്ത്യക്കാരന്റെ ആത്മഹത്യാ ശ്രമം എന്നുള്ളത്. ഇദ്ദേഹം വിമാനത്തിന്റെ ടോയ്ലറ്റിൽ ആണ് രക്തം വാർന്ന നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പുതിയ പദ്ധതിയുമായി ഹദഫ് എന്ന വാർത്ത മാധ്യമം അതിന്റെ ഗൾഫ് പേജിൽ നൽകിയിരിക്കുന്നു. ഒമാനിൽ പ്രവാസികളുടെ എണ്ണം കുതിച്ചുയരുന്നതായിട്ടുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. പാരാമൗണ്ട് സിൽവർ ജൂബിലിയിൽ പുതിയ ഓഫീസ് ഉദ്ഘാടനവും 10 എന്ന വാർത്ത എല്ലാ പത്രങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പാരാമൗണ്ട് ട്രേഡിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് സിൽവർ ജൂബിലിയിൽ പുതിയ ഓഫീസ് സമുച്ചയ ഉദ്ഘാടനവും ഈ മാസം 10 വൈകുന്നേരം 5 മണിക്ക് ഉമ്മൽ ഖൊയ്നിൽ നടക്കും. പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ ദുബായിൽ അറിയിച്ചു. 1988 സ്ഥാപിതമായ പാരാമൗണ്ട് ട്രേഡിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉള്ള ഹോട്ടൽ, ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ലോണ്ടറി ഉപകരണങ്ങൾ അമേരിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത് വ്യാപാരം നടത്തുകയും അനുബന്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഊർജ സംരക്ഷണ ഉപകരണങ്ങളുടെ വ്യാപാരവും നിർമ്മാണവും നടത്താൻ കാലാനുക്രമമായ പ്രാധാന്യം സ്ഥാപനം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സ്പോ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് വാടകയടക്കമുള്ളവ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ദുബായ് എക്സ്പോ 13 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന വാർത്ത സിറാജ് ഗൾഫ് പേജിൽ നൽകിയിരിക്കുന്നു. ദുബായിൽ ദിവസവും 20,000 ടൂറിസ്റ്റ് വിസകൾ നൽകുന്നു എന്ന വാർത്തയും അതോടൊപ്പം നൽകിയിരിക്കുന്നു. ഏതായാലും പാൽ വിലയിൽ വൻ